വളരെ വ്യത്യസ്തനായ ഒരു മാർപ്പാപ്പയായിരുന്നു കാലം ചെയ്തത്. വളരെയേറെ ദുഃഖവും വേദനയും ആ വേർപാടിലുണ്ട്. കാരണം ലോകത്തിന്റെ മനസാക്ഷിയായി ഏറ്റവും കൂടുതൽ മനുഷ്യന്റെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട നിസാരനുമായി കരുതുന്ന മനുഷ്യന്റെ പോലും ശബ്ദമായി മാറിക്കൊണ്ട് ലോകത്തിന്റെ മനസാക്ഷിയായി വർത്തിച്ച ഒരു മാർപ്പാപ്പയാണ് ഫ്രാൻസിസ്. അദ്ദേഹത്തിന്റെ ഭരണം ആദ്യമായിട്ടാണ് ജെസ്യൂട്ട് സന്യാസഭയിൽ നിന്ന് ഒരു മാർപ്പാപ്പ ഉണ്ടാകുന്നത്. ഈ ബെർഗോളിയോ എന്ന് പറയുന്ന അർജന്റീനക്കാരനാണ് മാർപ്പാപ്പയായത്. ഇത് യൂറോപ്പിൽ നിന്നുള്ള മാർപ്പാപ്പയായിരുന്നില്ല. യൂറോപ്യൻ വംശജനാണെങ്കിലും അദ്ദേഹം ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള മാർപ്പാപ്പയായിരുന്നു. അദ്ദേഹം ആ വിധത്തിൽ തന്നെ അദ്ദേഹം വ്യത്യസ്തനായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒന്നാമത്തെ കാര്യം, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഫ്രാൻസിസ് എന്ന പേരിൽ ഒരു മാർപ്പാപ്പ ഉണ്ടാകുന്നത്. ഫ്രാൻസിസിന്റെ പേര് സ്വീകരിച്ച മാർപ്പാപ്പ ഫ്രാൻസിസിനെ പോലെ ലോകത്തെ ഞെട്ടിക്കുന്ന സംഭവങ്ങളും സംരംഭങ്ങളും നടന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി നമ്മൾ ഓർക്കേണ്ടത് വിശുദ്ധ ഫ്രാൻസിസ് അസീസി മൂന്നാം കുരിശുയുദ്ധ കാലത്ത് അന്നത്തെ കുരിശുയുദ്ധക്കാരുടെ അഭിപ്രായങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ഒറ്റയ്ക്ക് നിയന്ത്രണരേഖ മുറിച്ച് സുൽത്താനുമായി പോയി കണ്ട് സൗഹൃദം ഉണ്ടാക്കിയ ഒരു വിശുദ്ധനായിരുന്നു. അതുപോലെ തന്നെ ഈ വിശുദ്ധന്റെ പേര് സ്വീകരിച്ച ഈശോസഭാംഗമായ ബെർഗോളിയോ എന്ന് പറയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള രണ്ട് മതങ്ങളാണ് ക്രിസ്തു മതവും മുസ്ലിം മതവും. ഈ മുസ്ലിം മതവുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി 12 വർഷത്തെ അദ്ദേഹത്തിന്റെ മാർപ്പാപ്പ എന്ന വിധത്തിലുള്ള ഭരണത്തിന്റെ ഇടയിൽ 14 അറേബ്യൻ രാജ്യങ്ങളിലേക്ക് ഈ മാർപ്പാപ്പ യാത്ര ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ആവശ്യകരവും അത്ഭുതകരവുമായ ഒരു കാര്യം. അങ്ങനെ മുസ്ലിം സഹോദരങ്ങളുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ യഥാർത്ഥത്തിൽ കഠിനമായി ശ്രമിച്ച ഒരു മാർപ്പാപ്പയാണ്. സാമുവൽ ഹണ്ടിങ്ടന്റെ തിയറിയുണ്ട്, വരാൻ പോകുന്നത് സിവിലൈസേഷൻ ഒരു തരത്തിലുള്ള കുരിശുയുദ്ധങ്ങളാണ് വരാൻ പോകുന്നത്. ക്രിസ്ത്യൻ യൂറോപ്പും ഇസ്ലാം മതവുമായി യുദ്ധമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞതാണ്. അങ്ങനെ ഒരു സംഘടന ഉണ്ടാകാൻ പാടില്ല എന്ന് നിർബന്ധം പിടിക്കുകയും എല്ലാവരുമായി സൗഹൃദത്തിൽ ജീവിക്കാനും സമാധാന ലോകത്തെ സംസ്ഥാപിക്കാനും ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും മനുഷ്യത്വത്തിന്റെ എല്ലാ അവകാശങ്ങൾക്കും വേണ്ടി വാദിച്ച ഒരു മാർപ്പാപ്പയാണ് നമ്മിൽ നിന്ന് വിയോഗം മാറുന്നത്, നമ്മിൽ അകന്നു പോകുന്നത്.